തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കനത്ത പോളിംഗ് തുടരുന്നു. ശക്തമായ ചൂടിലും വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായില്ല. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനും ഒപ്പം സൂര്യഗായത്രിയുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. വോട്ടർമാർ സമ്മതിദാനത്തിനായി നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തലസ്ഥാനത്തെ പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ ശക്തമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരിയ തോതിലുള്ള തിരക്കാണ് ആദ്യം കണ്ടിരുന്നത്. പിന്നീട് കൂടുതൽ പേർ എത്തിത്തുടങ്ങി. രാവിലെ 8 മണിയോടെ തന്നെ തിരക്ക് കൂടിയിരുന്നു. 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയിരുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കൃത്യമായ എല്ലാ നിയന്ത്രണങ്ങളോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പും നടന്നു പോകുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ശക്തമായ പരിശോധനകളുണ്ട്, കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്, പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പോലീസ് സുരക്ഷയെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും പോളിംഗ് രാവിലെ ശക്തമായ ഒരു പോളിംഗ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നേരിയ തോതിൽ അത് കുറയുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ചെറിയ രീതിയിൽ പോളിംഗ് തിരക്ക് കുറഞ്ഞു വരുന്ന ഒരു ഘട്ടം ഇനിയുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാകും കൂടുതൽ പേർ പോളിംഗിലേക്ക് എത്തുക, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. നിരവധി ആളുകളാണ് വോട്ട് രേഖപ്പെടുത്താനായി വരുന്നത്. പ്രമുഖരായ പലരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തലസ്ഥാനത്ത് വെച്ച് തന്നെ പല നേതാക്കന്മാരും വോട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ അടക്കമുള്ളവർ വോട്ട് ചെയ്തിരുന്നു. AK ആൻ്റണി നേതാവ്, UDF കോൺഗ്രസ് നേതാവായ AK ആൻ്റണി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അനിൽ ആൻ്റണി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വി ജോയ്, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വി ജോയ് വോട്ട് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ വിവിധ പേരാണ്, O രാജഗോപാൽ അടക്കമുള്ള BJP നേതാക്കളും വോട്ട് രേഖപ്പെടുത്താനായി തലസ്ഥാനത്തെ മണ്ഡലത്തിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് മറ്റ് ക്ലിമിസ് ബാവ വോട്ട്, കത്തോലിക്ക സഭയുടെ ക്ലിമിസ് ബാവ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. അതിനുശേഷം യുജിൻ പെരേര, ലത്തീൻ അതിരൂപതയുടെ യുജിൻ പെരേര വോട്ട് രേഖപ്പെടുത്താനെത്തി. അതുപോലെ നിരവധി പ്രമുഖരാണ് പലയിടങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്, അതായത് രാജീവ് ചന്ദ്രശേഖർ, ബാംഗ്ലൂരിലാണ് വോട്ട് രേഖപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ തുടരുന്നുവെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യം പറയുമ്പോൾ വി ജോയുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വി ജോയോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരനും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്തെ മണ്ഡലത്തിലെത്തിയിരുന്നു, ബൂത്തുകളിലെത്തിയിരുന്നു. ഏതായാലും ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. രാവിലെ തന്നെ വലിയൊരു ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട്. ഇനി വൈകിട്ടോടെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടോടെ തന്നെ വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. 80% പോളിംഗ് ഇത്തവണ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നണികൾ നിൽക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും രാവിലെ തന്നെ നടക്കുന്നത്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച സമയം മുതൽ തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം രാവിലത്തെ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും ബൂത്തുകളിലേക്കുള്ള ആളുകളുടെ ഒരു വരവ് കുറയുന്നില്ല. നല്ല രീതിയിലുള്ള തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇതുവരെ വലിയ രീതിയിലുള്ള തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തിരുവനന്തപുരം ജില്ലയിലെ ബൂത്തുകളിൽ, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ബൂത്തുകളിലും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്തുകളിലും ഒന്നും നടന്നിട്ടില്ല. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ, അതായത് പോളിംഗ് ആരംഭിച്ച സമയത്തൊക്കെ തന്നെ വയസ്സായ ആളുകളാണ് ബൂത്തുകളിലൊക്കെ തന്നെ പോളിംഗ് രേഖപ്പെടുത്താൻ എത്തിയിരുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല രീതിയിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തീരദേശ പോളിംഗ് ബൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരക്ക് ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതായത് ജുമാ സമയമാണ്, ആ സമയം ആയതുകൊണ്ട് തന്നെ തിരക്കൊരല്പം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്ക് ശേഷമായിരിക്കും തീരദേശ മേഖലകളിലെ പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെടുക, വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആളുകളൊക്കെ എത്തുക. ഞാൻ നിൽക്കുന്നത് ചാക്ക LPS സ്കൂളിലാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്.